ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തനിലയിൽ എങ്ങനെ പരൽമീൻ തപ്പ് വെക്കാമെന്നാണ്. ഇന്ന് രാവിലെ തന്നെ കാക്കാടെ മോൻ കുറച്ച് പരൽമീനെ പിടിച്ചുകൊണ്ട് വന്ന് തന്നു. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഉമ്മമാർ വാഴയിലൊക്കെ മീൻ തപ്പ് വെച്ച് തന്നതായിട്ടൊരു ഓർമ്മയുണ്ട്. അതുപോലെ ഞാൻ ഇന്ന് മത്തനിലയിലൊന്ന് തപ്പ് വെച്ച് നോക്കുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഞാനിവിടെ കുറച്ച് പരൽമീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 4-5 ചെറിയ ഉള്ളിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കാന്താരി മുളക്, കുറച്ച് പച്ചമാങ്ങ, കുരുമുളക്, പിന്നെ എടുത്തിരിക്കുന്നത് നാരങ്ങ ഇലയാണ് കേട്ടോ. നമ്മുടെ മീനിന് ചിലർക്ക് ഇഷ്ടപ്പെടാത്ത സ്മെല്ലുണ്ടാവും, അത് പോയി കിട്ടാനാണ്. കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 മത്തനില. ഇനി നമുക്ക് തപ്പ് വെക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം, കുരുമുളക് ചേർത്ത് കൊടുക്കാം, പച്ചമാങ്ങ ചേർക്കാം, നാരങ്ങയില ചേർക്കാം, ചെറിയ ഉള്ളി ചേർക്കാം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല നമ്മുടെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പച്ച മസാലയാണ് കേട്ടോ നമ്മുടേത്. ഇനി ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ മൺചട്ടിയിലാണ് തപ്പ് വെക്കുന്നത്, എന്നാലുള്ളൂ അതിൻ്റേതായൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഒരു മത്തനില എടുത്തിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. രണ്ടാമതൊരു ഇല കൂടി എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടി എത്തത്തക്ക വിധത്തിൽ ഒന്ന് ഇങ്ങനെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാല തേച്ച് വെച്ച മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പരത്തി വെച്ച് കൊടുക്കാൻ ശ്രമിക്കണേ. ഇങ്ങനെ എല്ലാതും നിരത്തി വെച്ച് കൊടുക്കാം. നമുക്ക് ബാക്കി വരുന്ന മസാല അതിൻ്റെ മുകളിലൊക്കെയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ മത്തനില നന്നായിട്ടൊന്ന് മൂടി പൊതിഞ്ഞ് ഇങ്ങനെ മടക്കി വെക്കാം. ഞാനിത് നിവർന്ന് വരുന്നത് കൊണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ഈർക്കിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഈർക്കിൽ വെച്ചൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മത്തനിലയുടെ മുകളിലായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഇല വെച്ചിട്ട് കൂടി മൂടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റൗവിലൊന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കാം. ഇവിടെ മുകളിലായിട്ട് വെച്ചിട്ടുള്ള മത്തനില വാടി തുടങ്ങിയിട്ടുണ്ട്.
നമ്മുടെ ഇല നന്നായിട്ട് വാടിക്കഴിഞ്ഞ് നമ്മുടെ മീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇല വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇലയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ ഏറെക്കുറെ കുക്കായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇലയെല്ലാം വാടി വന്നിട്ടുണ്ട്. നമ്മൾ തീ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരൽമീൻ തപ്പ് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും പരൽമീൻ തപ്പ് വെച്ചതല്ല കേട്ടോ, പരൽമീൻ നമ്മൾ മത്തനിലയിൽ തപ്പ് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വാഴയിലയിൽ തപ്പ് വെക്കുമ്പോൾ വാഴയില കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, എന്നാൽ ഇത് ധൈര്യമായിട്ട് കഴിക്കാം. നമുക്ക് മത്തനില കൂട്ടി തന്നെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. നാരങ്ങയിലയുടെയും ആ പച്ച കാന്താരിയുടെയൊക്കെ സ്മെല്ല് ഇതിന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടിയിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.